ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് അപ്പമാണ്. അപ്പത്തിൻ്റെ കൂടെ ഇന്ന് കടലക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ മിക്കപ്പോഴും നമ്മളുണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കടലക്കറിയാണ് വെച്ചത്. അങ്ങനെ രാവിലത്തതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് രണ്ടുപേർക്കും പോകേണ്ടത് കൊണ്ട് അവർക്ക് ആദ്യം കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ദേ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഇതേ പോകാനൊക്കെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാവിലെ കാപ്പിയൊക്കെ കഴിക്കുന്നത് കേട്ടോ. അവർക്ക് രാവിലെ ഒരു 7:30 ആകുമ്പോൾ പോകണം. അങ്ങനെ ഞാൻ ദേ ഇനിയിപ്പോൾ നമുക്കവിടെ ക്ലീൻ ചെയ്യലൊക്കെ ഉണ്ട്, അടിച്ചു വാരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഞാൻ പത്രം എടുക്കുന്ന കാര്യം ആലോചിച്ചത് കേട്ടോ. അപ്പോൾ പത്രവും കൂടെ എടുത്തിട്ട് പോകാമെന്ന് കരുതി വന്ന് പത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് പത്രം വന്നത്. എല്ലാ ദിവസവും ഒരു 5:30 ആകുമ്പോൾ പത്രം വരുന്നതാണ്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണി കഴിയുന്നതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ പിടിപ്പത് പണിയല്ലേ. രാവിലെ ആകുമ്പോൾ നമുക്ക് എന്തെല്ലാം പണികളാണ് വീട്ടിൽ മുന്നുള്ളതല്ലേ. അങ്ങനെ തുണികളെല്ലാം വിരിച്ച് പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറച്ച് കരികില കൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടായി പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് മത്തിയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി അതൊന്ന് വെട്ടി ക്ലീനാക്കി അത് കറിയാക്കണം. പിന്നെ അരി അടുപ്പത്ത് കിടപ്പുണ്ട്. പിന്നെ ഇനി അത് നമുക്ക് എന്തെങ്കിലും തോരനോ മെഴുക്കുവരട്ടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. മത്തി ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല. ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസം മത്തി ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു മടുപ്പാണ്. പിന്നെ വേറെ ഒന്നും തട്ടയിലില്ലാഞ്ഞുകൊണ്ട് മത്തിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോഴാണ് ഞാൻ ആ വള്ളിപ്പയർ ഒരു 3-4 പയർ കൂടെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പയർ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നോക്കി, അല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്ന് മൂത്ത് പോകത്തേ ഉള്ളേ. അങ്ങനെ അതും കൂടെ ഒന്ന് പറിച്ചെടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് പോകാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ അടുത്തത് മൂപ്പിക്കാനായിട്ട് കുറച്ച് 2-3 പയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മൂത്ത് കഴിഞ്ഞിട്ട് ഉണക്കി നമുക്കതൊന്ന് പാകി കിളിപ്പിക്കാമെന്ന് വെച്ച്. നല്ല പയറാണ്. നമുക്കിത് കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാനൊക്കെ ആയിട്ട്, തോരൻ വയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടിരിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റും കൂടെ ഇട്ടേക്കണം. ആ പയർ ഞാൻ പറിക്കാൻ നിന്നിട്ട് അതേ നിറച്ച് മുഷറിനുറുമ്പായിരുന്നു. മുഷറിനെന്ന് പറയുന്നത് ഈ വലിയ ഉറുമ്പില്ലേ, അതിനാണ് ഇവിടെ മുഷർ ഉറുമ്പെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിറച്ച് ഉറുമ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ 3-4 എണ്ണമൊക്കെ പറിച്ചെടുത്ത് അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല പച്ച മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുത്ത് പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടാനായിട്ട് അതൊന്ന് അരിഞ്ഞ് അനിക്കുട്ടിയുടെ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ മെഴുക്ക് പുരട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പടവലങ്ങ ഒരു കഷ്ണം നേരത്തെ ഒരു ദിവസം എടുത്തിട്ട് ബാക്കി വെച്ചിട്ടെന്നാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് തോരൻ വെച്ചേക്കാം, അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് വാടിപ്പോവല്ലോ എന്ന് വെച്ചിട്ട് അതും അനുക്കുട്ടി അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇനി മത്തിക്കുള്ളത് തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. തേങ്ങ അരച്ചാൻ വയ്ക്കുന്ന കേട്ടോ. മാങ്ങയൊക്കെ ഇട്ടിട്ട് അരച്ചുകൂട്ടി കറി വയ്ക്കാൻ പോയാണ്. പിന്നെ പടവലങ്ങ തോരൻ വയ്ക്കണം. പിന്നെ ഈ ബീട്രൂട്ട് ഇത് മുളക് പൊടി ഇട്ടിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി എടുക്കാൻ പോയിരുന്നു. സാധാരണ ഞാൻ കൊത്തി അരിഞ്ഞിട്ട് തോരൻ വയ്ക്കും, നമ്മൾ ചീരത്തോരനൊക്കെ വെക്കില്ലേ അതുപോലെ. അപ്പോൾ എന്തോ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ അടുക്കള. അപ്പോൾ അതിനെക്കുട്ടി എന്തോ പറയണ കേട്ടിട്ട് ഞാൻ അതാണ് കേട്ടോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടോ മത്തി കറി വയ്ക്കാനായിട്ട്. തേങ്ങ അരപ്പിന് അപ്പോൾ രണ്ടിനും കൂടെ വേണം. പടവലങ്ങ തോരൻ വയ്ക്കാനും വേണം, മത്തി കറി വയ്ക്കാനും തേങ്ങ വേണം. അപ്പോൾ രണ്ടിനും കൂടെ ഞാൻ ചിരണ്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അനിക്കുട്ടിയുടെ പടവലങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മത്തി കറി വയ്ക്കാനുള്ള മാങ്ങ കഷ്ണങ്ങളും എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചട്ടിയിൽ വറവ് വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയും പടവലങ്ങയെല്ലാം അരിഞ്ഞതൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആവിയിലൊന്ന്
അടച്ചു വെച്ചാൽ സിമ്മിലാക്കിയിട്ട് തീയൊന്ന് സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാണ്. ഇത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിനായിട്ട് തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. തേങ്ങ ഒന്ന് ചതച്ചെടുത്ത് ഇനിയിപ്പോൾ അതൊന്ന് വാടി ഒരുവിധം വേവ് ആകുന്ന സമയത്ത് നമുക്ക് അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ മത്തിക്കറിക്കുള്ളതും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറി കൂട്ടിയിട്ട് മീൻകറി ഒന്ന് അടുപ്പത്ത് വെച്ച് കറി ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയൂണിനുള്ള പരിപാടികളൊക്കെ ആയി കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും കറിക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഊണിന് കറി എന്തുണ്ടാക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് എല്ലാ വീട്ടമ്മമാരും അല്ലേ. എന്തെങ്കിലും മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻകറി ഉണ്ടാക്കാം, അതല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ എന്തുണ്ടാക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ മത്തി ആകുമ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ. വേറെ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ മത്തി കൊണ്ടുവന്ന് അത് പിന്നെ അരച്ചു കൂട്ടി കറി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. മാങ്ങ ഇട്ടാ കേട്ടോ വയ്ക്കുന്നതുകൊണ്ട് കുടംപുളി ചേർക്കുന്നില്ല, ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിയെല്ലാം കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കറി ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ മീൻകറി ഞാനിങ്ങനെ തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് കറിയും ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഊണ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 3-4 മത്തി മാറ്റി വെച്ചിട്ട് അത് മുളകിൽ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് കേട്ടോ. ഇത് മോള് മീൻകറി കൂട്ടത്തില്ല, അപ്പോൾ അതൊന്ന് മുളകിൽ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നേ. അങ്ങനെ ഊണിൽ എല്ലാം റെഡിയാക്കി വെച്ച് ഊണ് കഴിച്ച് പിന്നെ ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കണിച്ചുള്ളങ്ങര വരെ എനിക്ക് പോകണമായിരുന്നു. അങ്ങനെ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മസാലയൊക്കെ തേച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നേ. കടലമാവിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ മോൻ വന്നു കഴിയുമ്പോഴത്തേക്കും മോനിത് ടൊമാറ്റോ സോസും കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു, ബൈ.